ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതേ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തത് ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1.5 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയ്ക്ക് പകരം ഇനിയിപ്പോൾ ശർക്കരപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിലത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പഞ്ചസാരയൊക്കെ തേങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്ന് ചെറിയൊരു ബൗൾ എടുത്തിട്ട് അത് നമ്മുടെ ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ടല്ലോ അതിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നടുകൊന്ന് മടക്കി സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അരികൊക്കെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്കത് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഒരുപാട് വട്ടമൊന്നും വേണ്ട കേട്ടോ. ചെറിയ ഒരു പപ്പടത്തിൻ്റെയൊക്കെ അത്രയും വലുപ്പത്തിൽ മതിയാവും. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കായിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ആ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഓയിലിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്ന സമയത്ത് അതൊക്കെ പൊട്ടി പോകും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇത് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആവി കയറ്റി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ടൊന്നായി വന്ന സമയത്ത് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫില്ലിങ്സൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങനെ വെക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനത് കുറച്ച് സമയം അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഓയിലിലേക്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തുനിന്ന് ആ ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഫില്ലിങ്സൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂവട എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്.